നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയാം. ഇതെന്താ ഈ കോലത്തിൽ എന്നുള്ളതല്ലേ. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ജ്വല്ലറി ഞാൻ എടുത്തിട്ട് ഞാൻ സ്ഥിരം പറയാറുണ്ട്. നമുക്കിത് സാരിയുടെ കൂടെ പെയർ ചെയ്യാം, ചുരിദാറിൻ്റെ കൂടെ പെയർ ചെയ്യാം, സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാൾ പറഞ്ഞില്ല ഇത് നമുക്ക് നൈറ്റിയുടെ കൂടെ പെയർ ചെയ്യാം എന്നുള്ളത്? ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്കിന്ന് നൈറ്റിയുടെ കൂടെ വേണമെങ്കിലും ഇത് ഇടാം. ഇന്നതിൻ്റെ കൂടെ ഇടാവൂ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചോയ്സാണത്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പറയാമായിരുന്നു ഈ ജീൻസിൻ്റെ കൂടെ ജുക്ക് ഇടരുത് എന്നുള്ളതൊക്കെ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആരാണത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്? ഇല്ലെങ്കിൽ അത് കൊള്ളില്ല, അത് നന്നല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇടുന്നവർ പഴഞ്ചനാണ് എന്നൊക്കെ പറയുന്ന കാര്യമില്ലേ? അപ്പം ഞാൻ പിന്നീട് ആലോചിച്ചു, ഞാൻ സ്ഥിരം പറയുമായിരുന്നു കേട്ടോ അത്. ഞാൻ പിന്നീട് ആലോചിച്ചു, അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. പിന്നെ ഞാനിപ്പോൾ ആകെ പറയുന്നത് ഒരു കളർ കോമ്പിനേഷൻ ഒന്നും ഓക്കെ ആയില്ലെങ്കിൽ ഞാനതൊരു സജഷൻ പോലെ പറയാം. ആരെങ്കിലും എന്തെങ്കിലും ജ്വല്ലറീസ് ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഇത് മാച്ച് ആയില്ല, ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഇട്ടാൽ കുറച്ചുകൂടി നന്നാവും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നതിൻ്റെ കൂടെ മാത്രമേ ഇടാവൂ എന്ന് പറയണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായം. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ഇടട്ടെന്നേ. ഇപ്പോൾ ഞാൻ നൈറ്റിയുടെ കൂടെ ഇത് ഇട്ടിട്ടില്ലേ, നല്ല ടെറക്കോട്ട മാലയില്ലേ. പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ ആക്ച്വലി എനിക്ക് ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഇതിട്ടിട്ട് ഞാൻ പുറത്ത് പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ചിലപ്പോൾ പോയേക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള മടി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഞാൻ സമയം എടുക്കുമായിരിക്കും. കാരണം കോൺഷ്യസ് ആകുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ നൈറ്റൊക്കെ ഇട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ട് നല്ല ജ്വല്ലറീസൊക്കെ ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയൊക്കെയോ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ടെറക്കോട്ട മാലയാണ്. നല്ല കമ്മലുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇത് ഈ ഒരു കളറിൽ മാത്രമല്ല ഉള്ളത്, 2 കളറിലും കൂടി ഇത് അവൈലബിൾ ആണ്. ഈ ഒരു കളറ് ആൻഡ് ഈ കളർ, ഈ 3 കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇതുപോലെയുള്ള വെറൈറ്റി ഐഡിയകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ വഴികൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. എന്തെങ്കിലും കുഞ്ഞു ട്രിക്കൊക്കെ മതിയെന്നേ. അപ്പോൾ എല്ലാവരോടും കൂടിയിട്ടാണ്, നിങ്ങളെ നന്നായിട്ട് ബ്രാൻഡ് ചെയ്താലാണ് നിങ്ങളുടെ സംരംഭത്തിനെ നിങ്ങൾക്ക് നന്നായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതുപോലുള്ള ചെറിയ പട്ടി ഷോകളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇറങ്ങാവുന്നതാണ്. ഓക്കെ, ബൈ.